ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. ഞങ്ങളെപ്പോഴും നല്ല രുചിയും ആംബിയൻസും ഉള്ള റെസ്റ്റോറൻറ്റ്സ് തപ്പി കണ്ടുപിടിച്ച് പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി വന്നതാണിവിടെ. ഞങ്ങൾ വർഷങ്ങളായി വരാറുള്ള ഡെസ്റ്റിനേഷനാണ്. എത്ര വന്നാലും മതിവരാത്ത ആംബിയൻസും മതിവരാത്ത ടേസ്റ്റുമാണ് ഇവിടെയുള്ളത്. പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലുള്ള കട്ടൻസ് റെസ്റ്റോറൻ്റാണിത്. പേര് പോലെ തന്നെ ലളിതവും അതുപോലെ തന്നെ നല്ല ആംബിയൻസും ഉള്ള റെസ്റ്റോറൻ്റാണ്. പാലക്കാട്ടെ യങ് ജനറേഷൻ്റെ ഒരു ഗെറ്റ് ടുഗദർ സ്പോട്ട് തന്നെയാണ് ഈ കട്ടൻസ്. പേരിൽ പറയുന്ന പോലെ തന്നെ തിന്നാനും കുടിക്കാനും പറ്റിയ ഒരു സ്പോട്ട്. ചെറിയൊരു തട്ടുകടയുടെ സെറ്റപ്പ് ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും. കോസ്റ്റ് വൈസ് ആണെങ്കിലും വളരെ ബെയറബിളാണ്. നോർമൽ കോസ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പഴയ വില്ലന്മാരുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഉള്ള ചുമരുകളും പിന്നെ ബെഞ്ചും കസേരയൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് തരുന്ന സ്ഥലം കൂടിയാണിത്. ഇപ്രാവശ്യം ചെറിയമ്മയും ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഫുഡ് റെഡിയായി. പൊറോട്ടയും ബീഫും പിന്നെ കട്ടൻ ചായയാണ് ഇവിടുത്തെ ഫേമസ് ഐറ്റം. പിന്നെ ദോശയും ചിക്കൻ കറിയും ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇതൊക്കെയാണ് ഓർഡർ ചെയ്യാറ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. പ്രത്യേകിച്ചൊരു ഓപ്പൺ ഏരിയയുടെ ഫീലാണ് നമുക്കിവിടെ കിട്ടുക. മലയാളികളാണോ, നിങ്ങൾക്ക് ഈ ഫ്രെയിം വളരെ ഇഷ്ടപ്പെടും. നല്ല ചൂട് പൊറോട്ടയും നല്ല അടിപൊളി ബീഫ് ഫ്രൈയും. ഈ വഴിയെ പോകുന്ന ഒരു മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ തന്നെയാണത്. പിന്നെ ഇവിടുത്തെ സുലൈമാനി, അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ചെറിയൊരു പീസ് പൊറോട്ട എടുത്ത് കുറച്ച് ബീഫ് അതിൽ പൊതിഞ്ഞ് വെച്ച് പതുക്കെ ഒന്ന് മെർജ് ചെയ്തിട്ട് കഴിക്കുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് നിങ്ങളത് ആസ്വദിച്ച് തന്നെ അറിയണം. എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കട്ടൻ ചായയും വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കാലിക്കറ്റ് ബൈപ്പാസിലായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റും. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. രാത്രിയുള്ള ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരുപാട് ആളുകൾ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. മരത്തിൻ്റെ പാർട്ടീഷനിൽ ഓല മെടഞ്ഞുണ്ടാക്കിയ ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ബസ്സിൻ്റെ ഷേപ്പിലുള്ള ഒരു ചായക്കടയും. ഇത് തന്നെയാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അവിടുത്തെ ആംബിയൻസും അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ. അത് ഇതുപോലെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കല തന്നെയാണ്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.